ശതകോടികൾ കയ്യിലുണ്ട്. പക്ഷേ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന പാർട്ടി ഇനിയില്ല. പാർട്ടി തകർന്ന് തരിപ്പണമായി. കുറെ സഹാക്കന്മാർ ചേർന്ന് അതിന് ശവകുടീരം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തിധരൻ നിരന്തരം CPM-നെ കടന്നാക്രമിക്കുന്ന പഴയ ഒരു സഖാവാണ്. സഖാവ് സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് എന്നതാണ് യാഥാർത്ഥ്യം. സഖാവ് ശക്തിധരൻ പറയുന്നത്, ഫേസ്ബുക്കിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ശതകോടികൾ കയ്യിലുണ്ട്, പക്ഷേ പാർട്ടിയില്ല. അമേരിക്കൻ ആശുപത്രിവാസവും പോളിറ്റ് ബ്യൂറോ യോഗവും അടുത്ത ഏതാനും ദിവസത്തെ ദില്ലി വാസവും കഴിഞ്ഞ് കേരളത്തിൽ മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് CPM-ലെ ഏറ്റവും വലിയ സ്ഫോടനമാണ്. കേരളം ഇതറിയുന്നില്ല, പാർട്ടിയും ഇതറിയുന്നില്ല. ലോകത്തെ ഒട്ടേറെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവസാനിച്ചിട്ടുള്ളത് നിശബ്ദമായാണ്. ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ്. ഒരു ദിവസം രാവിലെ ജനങ്ങൾ എണീറ്റ് പറയുന്നു, നമുക്ക് ഈ പാർട്ടി ഇവിടെ വേണ്ടെന്ന്. ഒരു എതിർപ്പുമില്ലാതെ ജനങ്ങൾ അത് അംഗീകരിച്ചു. സമാനമായ അവസ്ഥയിലേക്കാണോ കേരളവും നീങ്ങുന്നത്? ഒരു ഡോക്ടർ ബിന്ദു പോരെ സർവസംഹാരിയായി നഞ്ചെന്തിന് നന്നാഴി? മന്ത്രിയുടെ ഇന്നലത്തെ പ്രകടനം പോരെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഭാര്യയുടെ ഗർവ് കണ്ടില്ലേ? ഇതെന്താ കൊച്ചമ്മയോ? കഴിഞ്ഞയാഴ്ച മന്ത്രി വീണ ജോർജ്, മന്ത്രിമാരായ വാസവൻ, സജി ചെറിയാൻ എന്നിവരുടെ ഊഴമായിരുന്നു. അതിനു മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അരങ്ങ് തകർത്തത്. ഇനിയും മാളത്തിൽ നിന്ന് പുറത്തു വരാനുണ്ട് കമ്മ്യൂണിസ്റ്റ് സിംഹങ്ങൾ. ഇതിനെയെല്ലാം ഏത് കടലിൽ കൊണ്ട് മുക്കിയാൽ കേരളം രക്ഷപ്പെടും? ആദ്യമായി തുടർഭരണം ആഘോഷിച്ച ഒരു മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്കുള്ള യാത്ര കാണുമ്പോൾ ആരും മൂക്കത്ത് വിരൽ വച്ചു പോകും. എന്തു പറ്റി ഈ പാർട്ടിക്ക്? ബംഗാളിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും, എല്ലാം കരുതി വച്ചിരുന്നത് പോലെ. കേരളത്തിൽ ഹർത്താലുകളുടെ എണ്ണം 2 ഡസനിൽ എത്തിക്കാനുള്ള കഠിനമായ ശ്രമമാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ തലയെടുപ്പുള്ള നേതാക്കൾ മാനഹാനി ഭയന്ന് കൂട്ടത്തോടെ മുങ്ങി. ഹർത്താലിനെതിരെ മുമ്പങ്ങമില്ലാത്ത അതിശക്തമായ പ്രചാരണ കോലാഹലമാണ് കണ്ടത്. എന്നിട്ടും ജനങ്ങൾ ദുഷ്പ്രചാരണങ്ങളെ അതിജീവിച്ച് കേരളത്തിൽ ഹർത്താലിനെ വിജയിപ്പിച്ചു. ചില മാധ്യമ താപ്രകൾ ചെയ്യാവുന്നതിന്റെ പരമാകാഷ്ഠയോളം വിദ്വേഷ പ്രചരണം ഹർത്താൽ ദിനത്തിൽ അഴിച്ചുവിട്ടു. എവിടെയാണ്, എത്ര സ്ഥലങ്ങളിലാണ് ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയത്? അവരുടെ അച്ചിൽ നിർമ്മിച്ച ഏറ്റവും ഭീകരമായ പ്രചാരണമായിരുന്നു പണിമുടക്കാനുള്ള അവകാശം പോലെ തന്നെ പണിമുടക്കാതിരിക്കാനും തൊഴിലാളികൾക്ക് അവകാശമുണ്ടെന്ന ന്യായവാദം. അതിൽ മയങ്ങി വലിയ വിഭാഗം തൊഴിലാളികൾ തന്നെ ആശയക്കുഴപ്പത്തിലായി. അതിലും സത്യമില്ലേ എന്ന് സംശയിച്ചു നിന്നുപോയി പലരും. അവിടെയാണ് ഗീബൽസിന്റെ വിജയം. ജനജീവിതം തകർത്തത് ഹർത്താൽ കൊണ്ടാണോ അതോ ദുർഭരണം കൊണ്ടാണോ? അതോ കപട ബുദ്ധികൾക്ക് തൽക്കാലമായി കുറെ പേരെ കബളിപ്പിക്കാം? എന്തെന്നാൽ കള്ളക്കരച്ചിലിന് അവരുടെ കയ്യിൽ ഗീബൽസുമാറുണ്ട്. ഒരു പണിമുടക്ക് കാരണം ആകാശം ഇടിഞ്ഞു വീണു എന്ന് പ്രചരിപ്പിക്കാം. അതല്ലേ ഇവിടെ നടന്നത്? 2 പേർ തമ്മിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കിയാൽ അതോടെ ജനാധിപത്യം തകരുമോ? എത്ര സ്ഥലങ്ങളിലാണ് ജനാധിപത്യം തകർന്നത്? അവിടെയൊന്നും ചാനൽ ഉടമ, ക്യാമറ തന്നില്ലേ? കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും കാണുന്ന പ്രതിഭാസമാണ് ഇത്. നുണ പ്രചരിപ്പിച്ച തങ്ങളുടെ ഉടമകൾക്ക് വിടുവേല എടുക്കുക. ഒരു സമരത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അതൊരു നിഷേധിക്കുക എന്നതാണ്. പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നതാണ്. ജനദ്രോഹപരമായ ഏതെങ്കിലും ഒരു ആശയത്തെ ചേർത്ത് പിടിക്കുക എന്നതാണ്. അത് തള്ളിക്കളയുക എന്നതാണ്. അതിൽ നിയമലംഘനമുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക എന്നതാണ്. അതിനെ സാധൂകരിക്കാൻ സ്വയം അർപ്പിക്കുക എന്നതാണ്. അത് നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കാമോ അതൊക്കെ ചെയ്യുക എന്നതാണ് ഒരു സമരഭടന്റെ കടമ. ഭരിക്കുന്ന പാർട്ടിയുടെ കൗശലം കൊണ്ട് ആവശ്യം നേടുക എങ്കിൽ അത് ചെയ്യുക. വേണമെങ്കിൽ ജയിൽ ചാടി സമരം ചെയ്യുക എന്നതെല്ലാം ഒരു സമരഭടന്റെ കടമയാണ്. അതാണ് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ഇത്തവണ അഭൂതപൂർവമായ പ്രചരണം സംഘടിപ്പിച്ച് സമരത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ചില പ്രതിലോമ കേന്ദ്രങ്ങൾ നടത്തിയ ആ ആസൂത്രണത്തിൽ ഇതിനൊപ്പം അണിനിരക്കേണ്ടവർ തന്നെ മാറിയിട്ടുണ്ടാകാം. അതിനുവേണ്ടി ടെലിവിഷനിൽ വാദിച്ചവരുടെ ശോഭിക്കുന്ന മുഖഭാവം തെരുവിൽ വളരുന്ന ഏഴകൾ ഒന്ന് ഓർത്തു വച്ചോളൂ. നാളെ നിങ്ങൾക്കെതിരെ ഉയരുന്ന കരങ്ങൾ ഇത് തന്നെയായിരിക്കും.
വിനു വി ജോൺമാർ നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കും. മനസാക്ഷിയെ വഞ്ചിക്കും വിധം ഉമ്മൻചാണ്ടിയെ പെണ്ണുപിടിയ എന്ന് വിളിപ്പിക്കും. വിനു വി ജോൺമാർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പണപ്പെട്ടി നിറച്ചു കൊടുക്കണം. എനിക്കെതിരെ 2 ദിവസം സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ട വിദ്വേഷ പ്രചരണത്തിന് പുല്ലുവില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. ഇവനൊന്നും ഉരുട്ടി തന്നിട്ടല്ല ഞാൻ ജേർണലിസ്റ്റ് ആയത് എന്നതുകൊണ്ട് 1-2 ചാനലുകൾ പതിവില്ലാതെ കൊണ്ടിളകിയതെന്ന് തിരിച്ചറിയാനുള്ള ആർജവം എനിക്കുണ്ട്. ആരാണ് അവരെ തുടലൂരി വിട്ടതെന്നറിയാം. എന്റെ സമൂഹ മാധ്യമത്തിൽ വളഞ്ഞുവെച്ച് നിഷ്ഠൂരം ആക്രമിച്ചപ്പോൾ എന്റെ പ്രതിഷേധിക്കാനുള്ള അവകാശവും ഹനിക്കപ്പെടുന്നു എന്നാരും ചിന്തിച്ചില്ലല്ലോ. പണം കൊടുത്തു വിട്ടവൻ ഫലം കൊയ്തു. ഇതാദ്യമല്ല. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് ഇതിനെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടവരുടെ ഒളിച്ചുകളിയാണ്. രാഹുൽ ഗാന്ധി നേതൃത്വപരമായ പങ്ക് വഹിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തു. വി ശിവൻകുട്ടി കാൽനടയായി തലസ്ഥാനത്ത് ദുഷ്പ്രചാരണങ്ങളെ കൂസാതെ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ് തലസ്ഥാനത്തുണ്ടെന്ന് തെളിയിച്ചു. മാധ്യമപ്രവർത്തകൻ വിനു വി ജോൺ അദ്ദേഹത്തിന്റെ ഉടമയുടെ വർഗ താല്പര്യം സംരക്ഷിക്കാൻ ഏത് പാതാളത്തിലും പോയി വിടുവേല ചെയ്യാമെന്നും തെളിയിച്ചു. ഏഷ്യനെറ്റ് ഇല്ലെങ്കിലും ഇവിടെ അതിശക്തമായ തൊഴിലാളി വർഗ നേതൃനിര ഉയർന്നു വരുമെന്ന് കാലം തെളിയിക്കും. കപ്പൽ മുങ്ങുകയോ കത്തുകയോ ചെയ്യുമ്പോൾ മുതലാളിക്ക് വരുന്ന നഷ്ടത്തിൽ അലമുറയിടുന്ന മാധ്യമങ്ങളെയും അതിന് വഴിയൊരുക്കുന്ന ഇടത് രാഷ്ട്രീയക്കാരെയും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൊഴിലാളികളുടെ അടുപ്പിൽ തീ കത്താതിരുന്നാൽ ഒരു വിനു വി ജോണും ഒന്നുമില്ല എന്നത് മനസ്സിലാക്കണം എന്നാണ് ശക്തിധരന്റെ പോസ്റ്റ്. മാധ്യമങ്ങൾക്കിട്ട് നല്ല കൊട്ടു കെട്ടിയിട്ടുണ്ട് ശക്തിധരൻ എന്നുള്ളതാണ്. എന്തായാലും പണിമുടക്ക് അത്ര വലിയ സംഭവമാണ് എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ കരുതുന്നില്ല. ഒരു തരത്തിലും പണിമുടക്കിനെ അവർ അംഗീകരിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറയുന്നത് പോലെ പാവപ്പെട്ട ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്. പാവപ്പെട്ട അന്നുള്ള ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ പണിമുടക്ക് നടത്തിയാൽ അവരുടെ ഒരു ദിവസം ഉപജീവന മാർഗം നഷ്ടപ്പെടും. അവർ പലതരത്തിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. ആ ലോണുകൾ തിരിച്ചടവ് ഒരു ദിവസം മുടങ്ങിയാൽ അതിന്റെ പിഴ പലിശയോടുകൂടി പിന്നീട് തിരിച്ചടയ്ക്കണം. അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ തൊഴിലാളി വർഗ സംഘടന എന്ന് പറഞ്ഞ് നടക്കുന്നവർ എന്ത് നേട്ടമാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ്. തൊഴിലാളി വർഗ സംഘടന കാരണം കൊൽക്കത്തയിൽ സംഭവിച്ചത് എന്താണ് നമ്മൾ കണ്ടതാണ്. മുംബൈയിലും അതുപോലെ സംഭവിക്കാൻ പോയപ്പോൾ ബാൽ താക്കറെ ഇടപെട്ട് ശിവസേനയും ഇടപെട്ട് അത് അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് മുംബൈ ഇന്ന് വാണിജ്യ നഗരമായി മാറിയിരിക്കുന്നത് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞതല്ല. എന്തായാലും പണിമുടക്ക് അത് വലിയ നാശത്തിലേക്ക് തന്നെയാണ് ഇടതുപക്ഷത്തെ കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തലയിൽ മുണ്ടിട്ട് പലർക്കും നടക്കാം.